2017 പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ അമേരിക്കൻ ഹൊറർ ഫിലിമാണ് ലൈഫ്. ചൊവ്വയിൽ നിന്ന് കിട്ടിയ മണ്ണിന്റെ സാമ്പിളിൽ നിന്ന് സ്പേസ് സ്റ്റേഷനിൽ വെച്ച് കുറച്ച് ശാസ്ത്രജ്ഞർ ഒരു ജീവിയെ കണ്ടെത്തുന്നതും തുടർന്ന് അതുമൂലം നടക്കുന്ന അതിഭീകരമായ സംഭവങ്ങളും പറയുന്ന തുടക്കം മുതൽ അവസാനം വരെ വളരെ ത്രില്ലിംഗ് ആയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സിനിമയാണിത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ്. അതിലുള്ള ശാസ്ത്രജ്ഞരായ കുറച്ച് ആളുകൾ ഒരു പരീക്ഷണത്തിന് എത്തിയതാണ്. ചൊവ്വ ഗ്രഹത്തിൽ നിന്ന് അവർ കുറച്ച് മണ്ണിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അവിടുത്തെ മണ്ണിൽ നിന്ന് ജീവനുള്ള എന്തേലും ജീവിയെ കിട്ടുമോ എന്നറിയാനുള്ള പരീക്ഷണമാണ് അവർ നടത്തുന്നത്. അങ്ങനെ ചൊവ്വയിൽ നിന്ന് കിട്ടിയ മണ്ണ് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ അണുക്കൾ പോലെ എന്തേലും സാധനമുണ്ടോ എന്ന് അവർ പരിശോധിച്ചു നോക്കുമ്പോഴാണ് ഭൂമിയിലെ ജീവികളെ പോലെ തന്നെ ഏകകോശമുള്ള ഒരു ചെറിയ ബാക്ടീരിയയെ അവർ കണ്ടെത്തുന്നത്. എന്നാൽ ആ ജീവിക്ക് ജീവനില്ലാതെ കിടക്കുകയാണ്. ലാബിന്റെ ഉള്ളിൽ നിന്ന് ഹ്യൂഗ് എന്ന ശാസ്ത്രജ്ഞൻ ആ ജീവിയെ നിരീക്ഷിക്കുന്നതൊക്കെ ലാബിന്റെ പുറത്തു നിന്ന് നായകനായ ഡേവിഡും കൂടെയുള്ളവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ അനക്കമില്ലാതെ കിടക്കുകയാണ്. ലാബിനുള്ളിലെ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി നോക്കിയേ, എങ്ങാനും അതിന് അനക്കം വെക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുന്നവർ ആ ലാബിനുള്ളിലെ ടെമ്പറേച്ചർ കൂട്ടി നോക്കുന്നു. എന്നാൽ മൈനസിൽ നിന്ന് 20 ഡിഗ്രി വരെ ഉയർത്തിയിട്ടും അതിന് പ്രത്യേകിച്ച് അനക്കമൊന്നും സംഭവിക്കുന്നില്ല. എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷമെങ്ങാനും ഇട്ടുകൊടുത്താൽ അതിന് ജീവൻ വെക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ഭൂമിയിലേതുപോലെ കുറച്ച് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഗ്ലൂക്കോസും ഒക്കെ ആ ജീവി കിടക്കുന്ന ലാബിന്റെ ഉള്ളിലേക്ക് അവർ കടത്തിവിട്ട് നോക്കുകയും ഭൂമിയിലെ അന്തരീക്ഷം അതിന്റെ ഉള്ളിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് അവരെല്ലാം അതിശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ജീവി ഒന്ന് അനങ്ങുകയും അതിന് ജീവനുണ്ടെന്ന് മനസ്സിലാക്കി അവർ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. ചൊവ്വയിൽ നിന്ന് ആദ്യമായി ജീവനുള്ള ഒരു വസ്തുവിനെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് വലിയ സന്തോഷമാവുന്നു. ഇവിടെ വെച്ച് സിനിമ തുടങ്ങുകയാണ്. അങ്ങനെ വീഡിയോ കോൾ വഴി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള ആ ശാസ്ത്രജ്ഞർ ഈ കാര്യങ്ങളെല്ലാം ഭൂമിയിലേക്ക് അറിയിക്കുകയും അങ്ങനെ ചൊവ്വയിൽ ജീവനുള്ള ഒരു വസ്തുവിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ മുഴുവൻ വലിയ വാർത്തയാവുകയും ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ അവർ ബഹിരാകാശത്തുള്ള ആളുകളെ കാണാനായി ഒരു ലൈവ് പ്രോഗ്രാം ഒക്കെ റെഡിയാക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ കണ്ടെത്തിയ പുതിയ ജീവിക്ക് എന്തെങ്കിലും പേരിടാൻ നിങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്കൂൾ കുട്ടി അവരോട് എന്റെ സ്കൂളിന്റെ തന്നെ പേര് ആ ജീവിക്ക് ഇട്ടോളാനും കാൽവിൻ എന്നാണ് സ്കൂളിന്റെ പേരെന്നും ആ കുട്ടി പറയുന്നു. അങ്ങനെ ആ ജീവിക്ക് കാൽവിൻ എന്ന് അവർ പേരിട്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് അവരെല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നായികയായ മിറാണ്ട നായകനായ ഡേവിഡിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ഈ സ്പേസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, പക്ഷേ നീ ഇപ്പോ 1 വർഷത്തിൽ കൂടുതലായി ഈ ബഹിരാകാശത്ത് തന്നെയാണ്. തിരിച്ചു പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടെ തന്നെയാണ് ഇഷ്ടം. നാട്ടിൽ ഞാനൊരു പട്ടാളക്കാരനാണ്. സിറിയയിലായിരുന്നു എന്റെ ഡ്യൂട്ടി. അവിടെയുള്ള യുദ്ധത്തിൽ പരിക്കേൽക്കുന്നവരെല്ലാം ഞാൻ ചികിത്സിക്കുമായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ആ ചികിത്സിച്ച് ഭേദമായവരൊക്കെ ഒരു ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ട് എനിക്ക് മടുത്തു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ആകുമ്പോൾ കാണണ്ടല്ലോ. മൊത്തത്തിൽ സ്വസ്ഥം സമാധാനം. അതുകൊണ്ട് എനിക്ക് ഇവിടെയാണ് ഇഷ്ടമെന്നൊക്കെ അവൻ പറയുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് അവരെല്ലാവരും തങ്ങളുടെ ക്യാപ്സ്യൂളിനുള്ളിൽ കയറി ഉറങ്ങാൻ പോവുകയാണ്. ഹ്യൂഗും ഉറങ്ങാൻ പോകുന്നു. യഥാർത്ഥത്തിൽ അവന്റെ 2 കാലിനും ചലനശേഷി ഇല്ലാത്തതാണ്. ഭൂമിയിൽ അവന് നടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവൻ ഈ ബഹിരാകാശ യാത്ര ഇഷ്ടപ്പെട്ട് അതിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസവും അവർ ആ ജീവിയെ ലാബിനുള്ളിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത് കഴിഞ്ഞ ദിവസം കണ്ടതുപോലെയല്ല. ഇന്നലെ വരെ അത് ഏകകോശ ജീവിയായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഭൂമിയിലേതുപോലെ തന്നെ ബഹുകോശ ജീവിയായി മാറിയിരിക്കുകയാണ്. അതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നുണ്ട്. അതിന്റെ ദേഹം മുഴുവൻ മസിലും തലച്ചോറും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ജീവിയാണത്. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിയും ശക്തിയും ഇതിനുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഗ്ലൗസിലൂടെ കൈ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അത് അവരുടെ അടുത്തേക്ക് വരികയും അവരെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് അവർക്ക് വലിയ അത്ഭുതം തോന്നുകയും എത്ര വേഗത്തിലാ അത് വളർന്ന് ഈ ഒരു രീതിയിലായത്, നീയാണ് അതിനെ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് നീ ഒരു അച്ഛനാകാൻ പോവുകയാണെന്നൊക്കെ അവർ ഹ്യൂഗിനോട് പറയുകയും അവർക്കെല്ലാം വലിയ സന്തോഷമാവുകയും ചെയ്യും. അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ലാബിലെന്തോ പ്രശ്നമുണ്ടെന്നുള്ള അലാറം അടിക്കുന്നത് കേട്ട് എല്ലാവരും പാഞ്ഞു പിടിച്ച് അങ്ങോട്ട് ചെന്ന് ടെക്നീഷ്യനായ റോറി അകത്തേക്ക് കയറി നോക്കുമ്പോൾ കാൽവിൻ കിടന്ന പരീക്ഷണ റൂമിന് എന്തോ പ്രശ്നം പറ്റിയിരിക്കുകയാണ്. അങ്ങനെ അവൻ എങ്ങനെയെങ്കിലും അത് ശരിയാക്കുകയും ശേഷം പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തു. ഈ പ്രശ്നം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, ഇതിപ്പോ എന്താ ഉണ്ടായതെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു ക്ലാമ്പ് തകരാറിലായതായിരിക്കും. നേരത്തെ ലാബിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഞാനത് കറക്റ്റ് ഇട്ടിട്ടില്ലായിരുന്നു എന്ന് ഹ്യൂഗ് പറയുകയും താൻ എന്തൊക്കെയാ ഈ പറയുന്നേ, നമ്മളിവിടെ കുട്ടികളി കളിക്കുവല്ല, ഇതൊക്കെ 4-5 തവണ ക്രോസ് ചെക്ക് ചെയ്തിട്ടേ ലാബിന്റെ പുറത്തേക്ക് വരാവൂ. ഇതുപോലെയൊക്കെ മണ്ടത്തരം കാണിച്ച വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു ഗ്രഹത്തിലുള്ള ഒരു ജീവിയും കൂടി ഇപ്പൊ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇനി മേലെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും ആരും കാണിക്കരുതെന്നൊക്കെ അവർ പറഞ്ഞ് ഹ്യൂഗിനെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ അപ്പോൾ മുതൽ അടുത്തൊരു പ്രശ്നം സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോ കാൽവിൻ എന്ന ആ ജീവിക്ക് അനക്കമൊന്നുമില്ല. ലാബിലുണ്ടായ ആ തകരാറ് മൂലം അത് ചത്തുപോയോന്നറിയാതെ അവരെല്ലാം ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ്. അന്ന് എക്സസൈസ് ചെയ്യുന്നതിനിടെ ഹ്യൂഗ് കൂടെയുള്ളവളോട് സംസാരിക്കുന്നു. ആ ജീവിയിൽ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ചൊവ്വയിൽ നിന്ന് ജീവനുള്ള ഒരു വസ്തുവിനെ കണ്ടുപിടിച്ച് ഭൂമിയിലേക്ക് കൊണ്ടു ചെല്ലുന്നത് ഒരു
ഒരുപാട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് കാരണം അതിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ എന്ന് പറയുമ്പോൾ അത് ചത്തിട്ടുണ്ടാവാൻ യാതൊരു വഴിയുമില്ല. ഒരുപക്ഷെ അബോധാവസ്ഥയിലായിരിക്കാം. ചിലപ്പോ ഒന്ന് ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണരാൻ ചാൻസ് ഇല്ലെന്നൊക്കെ അവൾ പറയുകയും അങ്ങനെ ആ രീതിയിലൊന്ന് നോക്കാമെന്ന് അവർ തീരുമാനിക്കുകയും അന്ന് ആ ജീവിക്ക് ഷോക്ക് കൊടുക്കാനുള്ള എല്ലാം അവർ തയ്യാറാക്കുകയും ചെയ്യും. അങ്ങനെ അതിന് ഷോക്ക് കൊടുത്ത് ഉണർത്താനായി ഷോക്ക് കൊടുക്കാനുള്ള സാധനമൊക്കെ അതിന്റെ ക്യാബിനുള്ളിലേക്ക് എത്തിച്ച ശേഷം അവൻ അതിന്റെ ഓരോ മസിലിലായി ഷോക്ക് കൊടുക്കാൻ തുടങ്ങുകയും ചെയ്യും. അതിന് ചെറിയ അനക്കമുള്ളത് കൊണ്ട് എന്തായാലും അത് ചത്തിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയാതെ എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അടുത്ത ഷോക്ക് കൊടുക്കുമ്പോഴേക്കും അത് ചാടി അവന്റെ കയ്യിൽ പിടിക്കുകയും സ്റ്റിക്ക് ഒടിച്ചു കളയുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും ഒന്ന് പേടിച്ചിരിക്കുകയാണ്. അതാണെങ്കിൽ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അവൻ കൈ എങ്ങനെയെങ്കിലും വലിച്ചെടുക്കാൻ നോക്കുമെങ്കിലും അത് നല്ല രീതിയിൽ പിടുത്തം മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ പരിഭ്രാന്തരായി നിൽക്കുകയും ഞാൻ അങ്ങോട്ട് പോയി അവനെ സഹായിച്ചാലോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട, നമ്മുടെ നിയമം അനുസരിച്ച് ഹ്യൂഗ് അല്ലാതെ മറ്റാരും പരീക്ഷണ സമയത്ത് ഉള്ളിലേക്ക് കയറാൻ പാടില്ലെന്നൊക്കെ അവരുടെ ഹെഡ് പറയുകയും ഒരു വിധത്തിലും അത് പിടുത്തം വിടാതെ മുറുക്കുന്നതോടെ അതിന്റെ ശ്രദ്ധ എങ്ങനെയെങ്കിലും തിരിക്കാമെന്ന് കരുതിക്കൊണ്ട് അവൻ ഒടിഞ്ഞു കിടന്ന ഷോക്ക് കൊടുക്കുന്ന സ്റ്റിക്ക് എടുത്ത് അതിന്റെ അടുത്തേക്ക് പിടിക്കുകയും കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പിടുത്തം പിടിക്കാൻ നോക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് വീണ്ടും മുറുകെ തന്നെ പിടിച്ചിരിക്കുകയാണ്. അവൻ നല്ല ശക്തിക്ക് കൈ വലിച്ചെടുക്കാൻ നോക്കുമ്പോഴേക്കും അത് നല്ല രീതിയിൽ ആഞ്ഞു പിടിക്കുകയും ശക്തമായി മുറുക്കി അവന്റെ വിരലൊക്കെ ഒടിച്ച് മടക്കി എടുക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടതോടെ ഞാൻ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, അകത്തേക്ക് പോകരുതെന്നൊക്കെ ഹെഡായിട്ടുള്ളവൾ പറയുകയും ഈ സമയത്ത് നിയമം നോക്കിക്കൊണ്ടിരിക്കാതെ അവനെ രക്ഷിക്കാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ തർക്കമാവുകയും ചെയ്യുന്നു. എന്നാൽ മുറുക്കിക്കൊണ്ടിരുന്ന ജീവി അല്പസമയത്തിനുള്ളിൽ പിടുത്തമൊക്കെ വിട്ട് ശാന്തമാവുകയും എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ കൈ പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു. കൈ മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങി അവന്റെ ബോധമൊക്കെ പോയി പുറത്തേക്ക് വീണിരിക്കുകയാണ്. അപ്പോഴേക്കും ആ ജീവി ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വരാൻ നോക്കുമെങ്കിലും കയ്യുറ മുറിക്കാൻ അതിന് കഴിയുന്നില്ല. ഇതോടെ അത് ഉള്ളിലേക്ക് ചെന്ന് അവിടെ കിടന്ന മറ്റേ സ്റ്റിക്കിൽ കയറി പിടിച്ച് അത് ഒടിച്ചെടുക്കുകയും ശേഷം അതുമായി ഗ്ലൗസിലേക്ക് കയറുകയും അത് കുത്തി മുറിച്ച് പുറത്ത് ചാടുകയും ചെയ്യുന്നു. ഇത് കണ്ട് അവരെല്ലാവരും ഞെട്ടിപ്പോവുകയും ഇതിന് ഒടുക്കത്തെ ബുദ്ധിയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അത് നേരെ ഓടിച്ചെന്ന് പരീക്ഷണത്തിനുള്ള എലി കിടന്ന സ്ഥലത്തേക്ക് കയറുകയും ഇതൊരു ജീവനുള്ള വസ്തുവാണെന്ന് മനസ്സിലാക്കിയ ഉടൻ അതിനെ വരിഞ്ഞു മുറുകുകയും അവിടെ വെച്ച് തന്നെ ഞെരിച്ച് വെള്ളം പോലെയാക്കി അങ്ങ് തിന്നുകയും ചെയ്യുന്നു. ഇത് കണ്ട് അവർ പേടിച്ചിരിക്കുമ്പോൾ റോറി ആണെങ്കിൽ പെട്ടെന്ന് ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുകയും ഹ്യൂഗിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുമ്പോഴേക്കും ആ ജീവിയാണെങ്കിൽ പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി പാഞ്ഞു വന്ന് റോറി പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവന്റെ കാലിൽ പിടിക്കുന്നതോടെ ഡേവിഡ് വാതിലങ്ങ് അടച്ചു കളയുന്നു. ഇതോടെ അവൻ ചെയ്തത് ശരിയാണെന്ന് ഡേവിഡിന് മനസ്സിലാവുകയും നിന്നെ പുറത്തിറക്കാനാവില്ലെന്നും അത് പ്രശ്നമാണെന്നും അവർ അവനോട് പറയുന്നു. ഇതോടെ കാലിൽ പിടികൂടിയ ആ ജീവിയെയും കൊണ്ട് അവൻ നേരെ അവിടെ ഇരിക്കുന്ന ക്യാൻഡിലിന്റെ അടുത്തേക്ക് ചെല്ലുകയും അതിനെ തീ കൊടുത്ത് പൊള്ളിക്കാമെന്ന് കരുതിക്കൊണ്ട് അത് ഓണാക്കി പൊട്ടിച്ചെടുക്കുകയും ശേഷം കാലിലിരിക്കുന്ന അതിന്റെ ദേഹത്തേക്ക് പിടിക്കുന്നതോടെ അത് വെപ്രാളത്തിൽ അവിടുന്ന് ചാടി ഓടി മാറിക്കളയുകയും ചെയ്യും. മറ്റേ എലിയെ തിന്നതോടെ അത് കുറച്ചുകൂടി വലിപ്പം വെച്ചിരിക്കുകയാണ്. ഞാൻ അതിനെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് റോറി അപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ഫ്ലെയിം മെഷീൻ വലിച്ചൂരി എടുക്കുകയും അതിന്റെ നേർക്ക് വെച്ച് തീ കത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. ഇതോടെ അതിന്റെ പിറകെ ചെന്ന് അതിനെ എങ്ങനെയെങ്കിലും കൊല്ലാനായി അവൻ വീണ്ടും വീണ്ടും തീ കത്തിക്കുമെങ്കിലും അത് നടക്കുന്നില്ല. അങ്ങനെ അവൻ പിറകെ ചെന്ന് അതിനെ ഓടിച്ചിട്ട് കത്തിച്ചു നോക്കുമെങ്കിലും അത് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. അതിന് ഒന്നും സംഭവിക്കുന്നില്ല. ഇതോടെ അവൻ അത് പോകുന്നതിന്റെ പിറകെ ഓടി നടന്ന് കത്തിക്കുമെങ്കിലും ആ മിഷന്റെ ഇന്ധനം തീർന്നിരിക്കുകയാണ്. എന്നാൽ അതിപ്പോ എങ്ങോട്ട് പോയെന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. അവൻ അവിടുത്തെ ബോക്സ് ഓപ്പൺ ആക്കി നോക്കുമെങ്കിലും അവിടെ എങ്ങും കാണാൻ കഴിയുന്നില്ല. എവിടെ പോയെന്നറിയാതെ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് പിന്നിലൂടെ വന്ന് അവന്റെ ദേഹത്ത് കയറുകയും വായിലൂടെ കയറി ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതോടെ അവൻ ആകെ വെപ്രാളത്തിൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവനാണെങ്കിൽ അവിടെ കുറച്ചു നേരം വെപ്രാളം പിടിച്ചുകൊണ്ടിരിക്കുകയും അപ്പോഴേക്കും അത് അവന്റെ ആന്തരിക അവയവങ്ങളെല്ലാം കഴിക്കുന്നതോടെ വായിൽ നിന്നൊക്കെ ചോര വന്ന് അവൻ അവിടെ പിടഞ്ഞ് മരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവൻ മരിക്കുന്നു. അപ്പോഴേക്കും ഫ്ലെയിമിംഗ് മെഷീൻ നേരെ സ്മോക്ക് ഡിറ്റക്ടറിൽ ചെന്ന് തട്ടുകയും ഫയർ അലാറം ഓൺ ആവുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് മറ്റേ ജീവി അവന്റെ ശരീരത്തിൽ നിന്നും നേരെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതിപ്പോ ഒരുപാട് വലുതായിരിക്കുന്നു. ഇതോടെ ലാബ് കൺട്രോൾ ചെയ്യുന്ന രണ്ടുപേരും നേരെ കൺട്രോളിംഗ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും സ്മോക്ക് ഡിറ്റക്ടർ ഓൺ ആയതുകൊണ്ട് അതിന് പുറത്തു കടക്കാനുള്ള വഴി തുറന്നു കിടക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ആ ജീവി അതുവഴി പുറത്തു കടക്കാൻ നോക്കുമെങ്കിലും അവർ അത് അടച്ചിരിക്കുകയാണ്. അത് പുറത്തു കടക്കാൻ നോക്കുകയാണെന്നും വായു സഞ്ചാരമുള്ള വഴി അതിന് മനസ്സിലാകുമെന്നും പറഞ്ഞുകൊണ്ട് അവർ അപ്പോൾ തന്നെ അവിടുത്തെ ഓപ്പണിങ്ങുകൾ ഓരോന്നോരോന്നായി അടയ്ക്കുകയും അതിന് പുറത്തു കടക്കാൻ പറ്റാതെയാകുമെങ്കിലും അവസാനത്തേത് അടയുന്നതിന് തൊട്ടു മുമ്പ് അത് അവിടെ ചെന്ന് അതിലൂടെ എങ്ങോട്ടോ കയറി പൊക്കളയുന്നു. ഇതോടെ അത് എങ്ങോട്ടായിരിക്കും പോയതെന്ന് അവർക്കാർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ അന്ന് അവർ മരിച്ചവനെ പൊതിഞ്ഞ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം ഇപ്പോൾ ഭൂമിയിലേക്കുള്ള അവരുടെ കൺട്രോളും നഷ്ടമായിരിക്കുന്നു. ഇപ്പൊ അവർക്ക് ഭൂമിയിലുള്ളവരുമായി സംസാരിക്കാനോ
കോൺടാക്ട് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല. പുറത്തുള്ള ട്രാൻസ്മീറ്റർ കേടായതാണെന്നും ആരെങ്കിലും പുറത്ത് ചെന്നത് ശരിയാക്കിയാലേ ഇനി കമ്മ്യൂണിക്കേഷൻ കിട്ടുള്ളൂ എന്നും അവർ പറയുകയും എങ്കിൽ ഞാൻ പോയി അത് ശരിയാക്കാമെന്ന് അവൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെ പുറത്തേക്ക് പോകാനായി സ്യൂട്ടൊക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ്. ആ കാൽവിൻ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. എന്തായാലും അതിന് ഈ സ്യൂട്ട് തകർക്കാനൊന്നും പറ്റില്ലെന്ന്, നീ സേഫ് ആണെന്നും ഒക്കെ അവർ പറയുന്നു. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങുകയും ട്രാൻസ്മിറ്ററിലേക്ക് ചെന്ന് അത് ശരിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും കൂളന്റിന്റെ ക്യാപ്പ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കൂളന്റ് ഇല്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ കാൽവിന് ബഹുകോശ ജീവിയായതുകൊണ്ട് ആഹാരവും വെള്ളവും ഒക്കെ വേണം. ചിലപ്പോൾ അത് ഭക്ഷണത്തിനായിട്ട് കൂളന്റ് മുഴുവൻ കുടിച്ചു തീർത്തിട്ടുണ്ടാവാനാണ് ചാൻസ് എന്ന് അവർ പറയുകയും പെട്ടെന്ന് അത് അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവളെ പിടികൂടുന്നു. അതിപ്പോ അവളുടെ ദേഹത്ത് കയറിയിരിക്കുകയാണ്. ഇതോടെ അവൾ ഗ്യാപ്പ് അടയ്ക്കുകയും അതിന് തിരിച്ചുള്ളിലേക്ക് കയറാൻ പറ്റാത്ത തരത്തിലാക്കുകയും ചെയ്യും. നീ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കയറ്, അതിനെ പൊള്ളിച്ച് നമുക്ക് ബഹിരാകാശത്തേക്ക് വിടാമെന്ന് പറയുകയും അങ്ങനെ അവൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാനായി എയർലോക്കിന്റെ അടുത്തേക്ക് വരികയും ചെയ്യും. എന്നാൽ ആ ജീവി പിടിമുറുകി അവളുടെ സ്പേസ് സൂട്ടിന്റെ കൂളന്റ് തകർത്തിരിക്കുകയാണ്. ഇതോടെ അതിനുള്ളിൽ ഓക്സിജൻ നിന്നു പോവുകയും കൂളന്റ് സ്യൂട്ടിന്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. വെപ്രാളത്തോടെ എങ്ങനെയെങ്കിലും അവൾ എയർലോക്കിന്റെ അടുത്തേക്ക് വരാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ഡേവിഡ് ആണെങ്കിൽ അവളെ സഹായിച്ച് ഉള്ളിൽ കയറ്റാനായി ഡോറിന്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നു. അങ്ങനെ അവൾ നേരെ ഡോറിന്റെ അടുത്തെത്തുമെങ്കിലും അവളാണെങ്കിൽ കൂളന്റ് മുഴുവൻ അകത്ത് കയറി ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തിരിച്ചെങ്കിലേ ഈ ഡോർ തുറക്കാൻ പറ്റൂ. പുറത്തുനിന്ന് വലത്തോട്ട് തിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവർ അത് തുറക്കാൻ ശ്രമിക്കുമെങ്കിലും അവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാൽവിൻ ആണെങ്കിൽ അവളുടെ ദേഹത്തുണ്ട്. നീ എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് വരാൻ നോക്ക്, എന്നിട്ട് നമുക്ക് അതിന്റെ കാര്യം നോക്കാമെന്ന് പറയുമെങ്കിലും അവൾ തുറക്കുന്നതിന് പകരം ഡോർ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എടീ നീ തിരിച്ചു കറക്ക്, എങ്ങനെയെങ്കിലും തുറക്കാൻ നോക്ക് എന്നൊക്കെ പറയുമെങ്കിലും അവൾ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അല്പസമയത്തിനുള്ളിൽ അവളുടെ ശ്വാസം നിന്ന് മരിച്ചിരിക്കുകയാണ്. ഇതോടെ ഡേവിഡ് ആകെ വിഷമത്തിലാവുകയും കാൽവിൻ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ഡോർ ലോക്ക് ചെയ്തതാണെന്ന് അവർ പറയുകയും ചെയ്യും. ഇതോടെ മരിച്ചുപോയ അവൾ ആ ജീവിയെയും കൊണ്ട് ബഹിരാകാശത്തിലേക്ക് പോകുന്നു. എന്നാൽ കാൽവിൻ ചാടി വീണ്ടും സ്പേസ് സ്റ്റേഷനിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇതോടെ അവർക്കാർക്കും സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അവർക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഭൂമിയിലേക്ക് സംസാരിക്കാനുള്ള കണക്ഷനും കിട്ടുന്നില്ല. അങ്ങനെ അന്ന് അടുത്ത കാര്യങ്ങളെ പറ്റി ആലോചിക്കുകയാണ്. അത് നമ്മളെ വിടാതെ പിടികൂടിയിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന ഈ പോർഷനും ഫുഡും വെള്ളവുമുള്ള സ്ഥലം ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് സീൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് ഇതിനുള്ളിലേക്ക് കയറില്ല. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്പേസ് സ്റ്റേഷന്റെ ആ പോർഷൻ ഒഴിച്ച് ബാക്കി ഓരോ സ്ഥലങ്ങളായി സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഹ്യൂഗ് നോക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തു കൂടി ആ ജീവി വരുന്നതായി കാണുകയും അത് കണ്ട് അവൻ പേടിച്ചു നിൽക്കുമെങ്കിലും ഇപ്പോ അത് എങ്ങോട്ട് പോയെന്ന് അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ സീലെല്ലാം ചെയ്ത് ക്ലിയർ ആയ ശേഷം അവരെല്ലാവരും അവിടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലെ കാര്യങ്ങളും പണ്ട് ജീവിതത്തിൽ നടന്നതുമെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ അവർ നോക്കുമ്പോൾ ഹ്യൂഗ് ആകെ വയ്യാതെ ഇരിക്കുകയാണ്. അവൻ എന്ത് പറ്റിയെന്നറിയാതെ അവർ അടുത്തേക്ക് വന്ന് എന്താണ് കുഴപ്പമെന്നൊക്കെ ചോദിക്കുമെങ്കിലും അവൻ ആകെ വയ്യാതെ ഇരിക്കുകയും ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് മയങ്ങി അങ്ങ് വീഴുകയും ചെയ്യുന്നു. അവരാകെപ്പാടെ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയും അവനെ നേരെ പിടിച്ചു കിടത്തി CPR ഒക്കെ കൊടുത്തു നോക്കുകയും ചെയ്യും. എന്തൊക്കെ ചെയ്തിട്ടും അവന് അനക്കമൊന്നുമില്ല. ഇതിനിടെ അവർ നോക്കുമ്പോൾ അവന്റെ കാലിൽ എന്തോ അനങ്ങുന്നതായി കാണുകയും എന്താണെന്ന് അറിയാനായി അവർ ചെന്നിട്ട് സ്യൂട്ട് തുറന്നു നോക്കുമ്പോൾ മറ്റേ ജീവി അവന്റെ കാലിൽ പിടികൂടിയിരിക്കുകയാണ്. അവൻ കാല് തളർന്നവനായതുകൊണ്ട് അക്കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതോടെ മിറാണ്ട ചാടി വീണ് CPR കൊടുക്കുന്ന സാധനം എടുക്കുകയും അതിന്റെ ദേഹത്തേക്ക് വെച്ച് പിടിക്കുന്നതോടെ അത് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് അവരുടെ നേർക്ക് തിരിയുന്നു. അതിപ്പോ ഒരു ഭീകര ജീവിയായി മാറിയിരിക്കുകയാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് മറ്റുള്ളവർ പോവുകയും അവർ ഓരോരുത്തരായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും എന്നാൽ അത് അവരുടെ പിറകെ ചെല്ലുകയും ചെയ്യുന്നു. ഏറ്റവും പിറകിലുള്ള ഷോയെ പിടികൂടാൻ നോക്കുമെങ്കിലും എങ്ങനെയെങ്കിലും അവനെ കൂടി ഉള്ളിലേക്ക് കയറ്റാൻ അവർ നോക്കുമെങ്കിലും അവൻ അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയും മറ്റുള്ളവർ വാതിലടച്ച് സേഫ് ആവുകയും ചെയ്യുന്നു. മറ്റവനാണെങ്കിൽ നേരെ ചെന്ന് ഉറങ്ങുന്ന ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ കയറി അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതോടെ അത് പുറത്തു വന്ന് ഇരിക്കുന്നു. അതിന്റെ ഏതെങ്കിലും വശത്തുകൂടി ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് അത് കറങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയും എന്നാൽ ഉള്ളിൽ കയറാൻ മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലായതോടെ അവന്റെ നേർക്ക് തിരിഞ്ഞ് അത് നേരെ ക്യാപ്സ്യൂളിലേക്ക് മുറുകെ പിടിക്കുകയും നല്ല ശക്തിയോടുകൂടി അത് അമർത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ നല്ല രീതിയിൽ അതിലേക്ക് പ്രഷർ കയറുന്നുണ്ടെന്നും ക്യാപ്സ്യൂൾ ഇപ്പോൾ പൊട്ടുമെന്നും അവന് തോന്നുമെങ്കിലും അതിനെ കൊണ്ട് കഴിയാതെ അവിടെ നിന്ന് തിരിച്ചങ്ങ് പൊക്കളയുന്നു. ഇതോടെ കഷ്ടിച്ച് അവൻ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവൻ ആ ക്യാപ്സ്യൂൾ ഓപ്പൺ ആക്കാമെന്ന് കരുതുമെങ്കിലും അത് എങ്ങോട്ട് പോയിട്ടുണ്ടെന്നറിയാതെ ഓപ്പൺ ആക്കിയാൽ ശരിയാവില്ലെന്ന് അവന് മനസ്സിലാവുന്നു. ഈ സമയം മറ്റുള്ളവർ നേരെ ഹ്യൂഗിന്റെ അടുത്തേക്ക് എത്തുകയും അവനാണെങ്കിൽ ബോധമുണ്ട്, ആകെ മരവിച്ച് കിടക്കുകയാണ്. അവർ പതിയെ അവനെ പിടിച്ച് പൊക്കുമെങ്കിലും അവന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അത് അവർക്ക് മനസ്സിലാവുകയും അല്പസമയത്തിനുള്ളിൽ തന്നെ അവൻ മരണപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ അവർ വീണ്ടും സങ്കടം സഹിക്കാൻ കഴിയാതെ ഇരിക്കുകയാണ്. അങ്ങനെ അന്ന് അവർ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവർ നോക്കുമ്പോൾ എന്തോ ഒരു വസ്തു മുന്നോട്ട് നീങ്ങുന്നതായി അവർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് മിക്കവാറും കാൽവിൻ ആയിരിക്കും. അവൻ ഹ്യൂഗിന്റെ കാലിൽ പിടികൂടിയപ്പോൾ അവന്റെ കാലിലുണ്ടായിരുന്ന ട്രാക്കർ ഇതിന്റെ ദേഹത്തേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് എവിടെയുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റുമെന്നൊക്കെ അവർ പറയുന്നു. ഈ സമയം കാൽവിൻ നേരെ മരിച്ചു
കിടക്കുന്ന ഹ്യൂഗിന്റെ ശരീരത്തിനടുത്തേക്ക് എത്തുകയും അവന്റെ ഉള്ളിലേക്ക് കയറി ഭക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പെട്ടെന്ന് മറ്റവർ മുന്നിലുള്ളതായി കണ്ട് അത് അടുത്തേക്ക് ചെല്ലുമെങ്കിലും അവർ അവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോ അതിന് പുറത്തു കടക്കാൻ കഴിയാത്ത തരത്തിൽ ആ ഭാഗം അവർ ലോക്ക് ചെയ്തിരിക്കുന്നു. ഇതോടെ അതിന് അവിടുന്ന് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് സ്പേസ് സ്റ്റേഷനിൽ എന്തോ സൈറൻ മുഴങ്ങുകയും അലർട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അവർ ചെന്ന് നോക്കുമ്പോൾ സ്പേസ് സ്റ്റേഷനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ഭൂമിയിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വരികയാണ്. അവർ വന്ന് കണക്ട് ചെയ്യാൻ പോകുന്നത് കാൽവിൻ ഉള്ള സ്ഥലത്തേക്കാണ്. അതെങ്ങനെയെങ്കിലും തടയണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ടോർച്ച് എടുത്ത് അങ്ങോട്ട് വരരുതെന്ന് അവരെ അറിയിക്കാൻ വേണ്ടി അടിച്ചൊക്കെ നോക്കുമെങ്കിലും അവർക്കത് കാണാൻ കഴിയുന്നില്ല. അവർ നേരെ വന്ന് സ്പേസ് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ ഇടിയിൽ ഷോയുടെ ക്യാപ്സ്യൂൾ പൊട്ടിയിരിക്കുന്നു. അവർ ആ ജീവിയെ ലോക്ക് ചെയ്ത കാര്യമൊന്നും അവൻ അറിയുന്നില്ല. ഇനി ഇവിടെ ഇരുന്നാൽ പണിയാണെന്ന് മനസ്സിലാവുന്നതോടെ അവൻ ഉടൻ തന്നെ അതിൽ നിന്ന് ഇറങ്ങുകയും അലർട്ട് കേട്ടതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ആളുകൾ വന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് മറ്റവർ കാണുകയും അവൻ കാൽവിന്റെ അടുത്തേക്കാണ് പോകുന്നതെന്നും എല്ലാം നമ്മുടെ കൈവിട്ട് പോകുന്നുണ്ടെന്നും അവർ പറയുകയും എങ്ങനെയെങ്കിലും അവനെ തടയാനായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ അവൻ കാൽവിനെ പൂട്ടിയ ആ റൂം തുറന്ന് ഉള്ളിലേക്ക് കയറുകയും മുന്നിലേക്ക് ചെന്ന് ഭൂമിയിൽ നിന്ന് വന്നവർ കയറാനുള്ള ഹാച്ച് തുറന്ന ശേഷം അവർ വന്ന വാഹനത്തിന്റെ ഡോറ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാൽവിൻ അവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മറ്റുള്ളവരാണെങ്കിൽ അവനെ തടയാനായി അങ്ങോട്ട് പാഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവൻ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയും കാൽവിൻ കൂടെ ഇറങ്ങുകയും ചെയ്യുന്നു. മറ്റവർ പാഞ്ഞു പിടിച്ച് അവിടെ എത്തി നോക്കുമ്പോൾ കാൽവിൻ അതിനുള്ളിൽ കയറി ഭൂമിയിൽ നിന്ന് വന്നവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോ ആണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നു. അപ്പോഴേക്കും അലാറമൊക്കെ മുഴങ്ങി ആ വാഹനം ബ്രീച്ച് ആവാൻ തുടങ്ങുകയും അതിലേക്ക് നല്ല രീതിയിൽ പ്രഷർ വലിച്ചു കയറുന്നതോടെ ഷോയെ രക്ഷിക്കാൻ മിറാണ്ട പോകുമെങ്കിലും പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് നായകൻ അവളെ പിടിച്ചു നിർത്തുകയും ഷോ ഒരുവിധം എങ്ങനെയെങ്കിലും വന്ന് അവളെ പിടിക്കാൻ നോക്കുമെങ്കിലും അപ്പോഴേക്കും കാൽവിൻ അവന്റെ കാലിലേക്ക് പാഞ്ഞു വന്ന് കയറുകയും അവർ ആവുന്ന പണിയെല്ലാം നോക്കുമെങ്കിലും അത് മുകളിലേക്ക് കയറി വന്ന് അവനെ പിടികൂടി അവളുടെ അടുത്തേക്ക് പോകുന്നത് കണ്ട് അവർക്കൊന്നും പറ്റാതിരിക്കാൻ അവൻ അതിനെയും പിടിച്ച് വലിച്ച് നേരെ മറ്റതിന്റെ ഉള്ളിലേക്ക് പോവുകയും അത് അവനെ ആക്രമിച്ച് താഴേക്ക് കൊണ്ടുപോവുകയും എന്നാൽ അപ്പോഴേക്കും കാൽവിൻ വീണ്ടും മുകളിലേക്ക് കയറി വരുന്നത് കണ്ട് അവർ എങ്ങനെയെങ്കിലും ഒരുവിധം അവിടുന്ന് മുകളിലേക്ക് ചെന്ന് അത് എത്തുന്നതിന് മുമ്പ് ഡോർ അടച്ചു കളയുകയും അതിന് തിരിച്ചു കയറാൻ കഴിയാത്ത തരത്തിൽ ലോക്ക് ആക്കുമെങ്കിലും ഭൂമിയിൽ നിന്ന് വന്ന പേടകത്തിന്റെ കൺട്രോൾ മുഴുവൻ പോയി അത് കറങ്ങി വന്ന് സ്പേസ് സ്റ്റേഷനിലേക്ക് അടിക്കുകയും ഇതോടെ അത് തകർന്ന് തരിപ്പണമായി മൊത്തത്തിൽ ചിതറുകയും ചെയ്യുന്നു. ഇതോടെ സ്പേസ് സ്റ്റേഷന്റെ ഫുൾ കൺട്രോൾ പൊക്കൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ഇതിന്റെ നിയന്ത്രണമാകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോ ഭൂമിയുടെ അടുത്തേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത്. 39 മിനിറ്റിനുള്ളിൽ നമ്മൾ നേരെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കും. അങ്ങനെയാണെങ്കിൽ സ്പേസ് സ്റ്റേഷൻ നേരെ ഭൂമിയിലേക്ക് പോകുമെന്ന് പറയുകയും അങ്ങനെ പോവുകയാണെങ്കിൽ കാൽവിൻ ചിലപ്പോ അതിനെ അതിജീവിച്ച് ഭൂമിയിലെത്തും. പക്ഷേ നമ്മൾ അവിടെ വെച്ച് തന്നെ തീരുമെന്ന് അവർ പറയുന്നു. അങ്ങനെ മറ്റൊന്നും ചെയ്യാനില്ലാതെ അന്ന് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയും പഴയ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു. സ്പേസ് സ്റ്റേഷൻ തകർന്നതുകൊണ്ട് തന്നെ തണുപ്പ് ഇപ്പോ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്പേസ് സ്റ്റേഷൻ ഭൂമിയുടെ അടുത്തേക്ക് പൊക്കൊണ്ടിരിക്കുന്നു. അവർ രണ്ടുപേരും മരിക്കാൻ തയ്യാറായി ഭൂമിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ഡേവിഡിന് ഒരു ഐഡിയ തോന്നുന്നത്. നമുക്ക് രക്ഷപ്പെടാൻ ഈ സ്പേസ് സ്റ്റേഷനിൽ 2 ലൈഫ് ബോട്ടുകളുണ്ട്. അത് ഭൂമിയുടെ നേരെ പോകുന്ന തരത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൽ കയറാൻ കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് ഭൂമിയിലേക്ക് എത്താൻ പറ്റും. എന്നാൽ കാൽവിൻ നമ്മുടെ കൂടെ വരാതെ നോക്കണം. അത് ഭൂമിയിലെത്തിയാൽ വലിയ വിഷയമാണ്. അതിനും ഒരു ഐഡിയ ഉണ്ട്. ആ ലൈഫ് ബോട്ടിനുള്ളിൽ കയറി ലിവറിൽ പിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ദിശ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭൂമിയിലേക്ക് പോകുന്നതിന് പകരം കാൽവിനെ അതിലൊരെണ്ണത്തിന്റെ ഉള്ളിൽ കയറ്റി ബഹിരാകാശത്തേക്ക് തന്നെ അങ്ങ് വിടണം. അതാവുമ്പോ അതൊരിക്കലും ഭൂമിയിലേക്ക് എത്തത്തില്ലെന്ന് പറയുമ്പോൾ പക്ഷെ അത് എങ്ങനെ വിടും? അതിന്റെ ഉള്ളിൽ കയറി ലിവർ തിരിക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരാൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ എങ്ങനെയെങ്കിലും കാൽവിനെ ആകർഷിച്ച് എന്റെ ലൈഫ് ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റും. നീ രണ്ടാമത്തെ ലൈഫ് ബോട്ടിൽ കയറി ഭൂമിയിലേക്ക് രക്ഷപ്പെട്ടോ, ഞാൻ അവനെയും കൊണ്ട് ബഹിരാകാശത്തിലേക്ക് പൊക്കോളാമെന്ന് പറയുമ്പോൾ അപ്പോ നീ മരിക്കാൻ ഉറപ്പിച്ചാണോ ഇത് ചെയ്യാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് പകരം ഞാനത് ചെയ്തോളാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പൊക്കോ, ഞാൻ ഇതിന് തയ്യാറാണെന്ന് അവൻ പറയുകയും അങ്ങനെ ഡേവിഡ് കാൽവിനോടൊപ്പം മരിക്കാൻ തയ്യാറായി. അവർ സ്യൂട്ടൊക്കെ ഇട്ട് റെഡി ആവുകയും അവർ 2 ദിശയിലേക്ക് മാറുകയും ഡേവിഡ് കാൽവിനെ ആകർഷിക്കാനായി ലൈറ്ററും കൊണ്ട് നേരെ അതിനെയും തപ്പി ഇറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ എവിടെയൊക്കെ നോക്കിയിട്ടും ഇപ്പോ അതിനെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അവൻ അവിടെ മുഴുവൻ നോക്കി നടക്കുമെങ്കിലും എങ്ങും കാണാതെ കൺഫ്യൂഷനിൽ നിൽക്കുന്നതിനിടെ പുറകിലൂടെ അത് പാഞ്ഞു വന്ന് അവന്റെ ലൈറ്ററിൽ കയറി ചുരുട്ടി അങ്ങ് പിടിക്കുന്നു. അതിന് നല്ല പോലെ തണുക്കുന്നുണ്ട്. ചൂട് തട്ടാൻ വേണ്ടിയാണ് അതിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. ഇതോടെ ഈ ട്രിക്ക് പ്രയോഗിക്കാമെന്ന് അവന് മനസ്സിലാവുകയും അടുത്ത ലൈറ്റർ കാണിച്ച് അതിനെ ആകർഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മറ്റേ ലൈറ്റർ കഴിയുന്നതോടെ അത് വീണ്ടും അടുത്ത ലൈറ്ററിന്റെ അടുത്തേക്ക് വന്ന് അതിലും പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൻ മുന്നോട്ട് നീങ്ങി ഓരോ ലൈറ്ററുകളായി വെച്ച് ഒടുവിൽ അതിനെ കൂടെ കൊണ്ടുവന്ന് നേരെ ലൈഫ് ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറുകയും ബെൽറ്റൊക്കെ ഇട്ട് സെറ്റായി ഇരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് മറ്റേത് പുറത്തുനിന്ന് പാഞ്ഞ് അവന്റെ മുകളിലേക്ക് ചാടി കയറിയിരിക്കുകയാണ്. അതിപ്പോ അവനെ പിടികൂടിയിരിക്കുന്നു. എന്നാൽ അവൻ ലൈറ്റർ എങ്ങനെയെങ്കിലും എടുത്തു കാണിച്ച് അതിനെ ആകർഷിക്കുകയും അങ്ങനെ അത് ലൈറ്ററിൽ പിടികൂടുന്നതോടെ അവൻ വാതിലടച്ച് ക്ലോസ് ചെയ്ത് കളയുന്നു. അവൻ ആ ലൈഫ് ബോട്ടിനുള്ളിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന മിറാണ്ട നോക്കുമ്പോൾ ലൈഫ് ബോട്ടിൽ ലൈറ്റ് കത്തുന്നത് കണ്ട് അവൻ കാൽവിനെ അതിനുള്ളിൽ എത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും അങ്ങനെ
അവൾ സേഫായി ഇരുന്ന ഹാച്ച് തുറന്ന് നേരെ മുന്നോട്ട് പോവുകയും രണ്ടാമത്തെ ലൈഫ് ബോട്ടിനടുത്തേക്ക് പോയി അവളും അതിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്ന് ഭൂമിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. ഡേവിഡും അപ്പോഴേക്കും എല്ലാം ക്ലിയർ ആക്കുകയും അങ്ങനെ അവരുടെ ലൈഫ് ബോട്ട് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ രണ്ടുപേരുടെയും ലൈഫ് ബോട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. ഡേവിഡ് ആണെങ്കിൽ അതിന്റെ ലിവറിൽ പിടിച്ച് ഭൂമിയിലേക്ക് കടക്കാത്ത തരത്തിൽ ബഹിരാകാശത്തേക്ക് പോകാനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കാൽവിനെയും കൊണ്ട് ആകാശത്തേക്ക് പോകാൻ നോക്കുകയാണ്. മിറാൻഡ ആണെങ്കിൽ നേരെ ഭൂമിയിലേക്കും പോകാൻ നോക്കുന്നു. എന്നാൽ രണ്ടുപേരും പൊക്കൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ ലൈഫ് ബോട്ടുകൾ അവിടെയുള്ള സാധനങ്ങളിൽ ഇടിക്കുകയും ഇതോടെ രണ്ടിന്റെയും നിയന്ത്രണം നഷ്ടമായി കറങ്ങി തിരിഞ്ഞ് എങ്ങോട്ടൊക്കെയോ പോവുകയും ചെയ്യുന്നു. ഇതോടെ അവരുടെ സിഗ്നൽസ് നഷ്ടമായിരിക്കുകയാണ്. ലൈറ്റർ അണഞ്ഞതോടെ കാൽവിൻ അവന്റെ നേർക്ക് തിരിയുകയും പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിന്റെ ഇടയിലൂടെ എങ്ങനെയെങ്കിലും ലിവറിൽ പിടിച്ച് ബഹിരാകാശത്തേക്ക് അവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവനെ കൊണ്ട് കൃത്യമായി പറ്റുന്നില്ല. എങ്കിലും എങ്ങനെയെങ്കിലും ഒരെണ്ണം ബഹിരാകാശത്തേക്കും ഒരെണ്ണം ഭൂമിയിലേക്കും ലക്ഷ്യമാക്കി പോവുകയും എന്നാൽ ലിവറിൽ നല്ലപോലെ പിടിക്കാൻ കഴിയാതെ ആ ജീവി അവന്റെ കൈയൊക്കെ വലിച്ചെടുത്ത് മടക്കി ഓടിക്കുകയും അവൻ ലിവറിൽ പിടിക്കാൻ കഴിയാതെ ആകെപ്പാടെ വല്ലാതെയായി അത് അവനെ പൂർണ്ണമായി പിടികൂടുകയും അവൻ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ലൈഫ് ബോട്ട് ബഹിരാകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മിറാൻഡ ആണെങ്കിൽ ഭൂമിയിലേക്ക് ലക്ഷ്യമാക്കി ലിവർ പിടിക്കുകയും അങ്ങനെ ലൈഫ് ബോട്ട് നേരെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കയറി കത്താൻ തുടങ്ങുകയും പാഞ്ഞു ചെന്ന് നേരെ പൂർണ്ണമായി വായുവിലേക്ക് കയറി എല്ലാം ക്ലിയർ ആയി പോവുകയും അങ്ങനെ അതിൽ പാരച്യൂട്ടൊക്കെ വന്ന് അത് നേരെ ചെന്ന് വെള്ളത്തിലേക്ക് പോവുകയും കടലിൽ ചെന്ന് ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കാണുന്ന മീൻ പിടിക്കുന്ന കുറച്ചുപേർ അതെന്താണെന്ന് അറിയാനായി നേരെ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയും അവിടേക്ക് കയറി ചെന്ന് ഉള്ളിലേക്ക് നോക്കുകയും ചെയ്യുന്നു. അവിടെ കാണുന്നത് മൊത്തത്തിൽ മറ്റേ ജീവി പിടിച്ച അവസ്ഥയിൽ ഡേവിഡ് മരിക്കാറായി ഇരിക്കുകയാണ്. ഇത് കണ്ട് അവർ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ അവൻ ഉള്ളിൽ കിടന്ന് തുറക്കല്ലേ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവർ അത് കേൾക്കാതെ ഡോറ് തുറന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മിറാൻഡ ഇപ്പോ ബഹിരാകാശത്തേക്ക് പോവുകയാണ്. അവരുടെ പ്ലാൻ മൊത്തം കുഴഞ്ഞു മറിഞ്ഞിരുന്നു. ബഹിരാകാശത്തേക്ക് പോയത് മിറാൻഡയും ഭൂമിയിലേക്ക് വന്നത് ഡേവിഡുമായിരുന്നു. അവളുടെ സിസ്റ്റം മൊത്തം ഫെയിലിയർ ആയതോടെ അവളിപ്പോ ബഹിരാകാശത്തേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കി ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റവരാണെങ്കിൽ ഡോറ് തുറന്ന് കുറെ ആളുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു. 2017 $58 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $100 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.